രണ്ട് മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവർ, രണ്ട് മാതാപിതാക്കൾ വളർത്തിയവർ, രണ്ട് മാതാപിതാക്കളിലൂടെ ജീവിച്ച് വളർന്നവർ, രണ്ട് കുടുംബങ്ങളിൽ വളർന്നവർ, രണ്ട് കുടുംബങ്ങളിലെ സാഹചര്യം പകർന്നവർ, പലപ്പോഴും രണ്ട് വിദ്യാലയങ്ങളിൽ പഠിച്ചവർ, രണ്ട് പ്രദേശങ്ങളിലെ സംസ്കാരങ്ങളിലൂടെ വളർന്നു വന്നവർ, രണ്ട് തരം അവസ്ഥയിൽ രൂപപ്പെട്ട മനസ്സുകൾ, ചിന്തകൾ, വിദ്യാഭ്യാസം, സംസ്കാരം, ഇങ്ങനെയെല്ലാം രണ്ടാണ്. ഈ രണ്ട് അവസ്ഥയിലൂടെ വളർന്നു വന്നവരാണ് പലപ്പോഴും വൈവാഹിക ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. രണ്ടാളുടെയും ചിന്ത ഒരുപോലെയാകണം എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ അത് നടക്കില്ല. രണ്ടാളുകളും സംസാരിക്കുന്നത് ഒരുപോലെയാകണം എന്ന് ചിന്തിച്ചാൽ നടക്കില്ല. രണ്ടാളുകളും ഒരുപോലെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. എല്ലാത്തിലും രണ്ടാളുകളും ഒരുപോലെ ആകണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. രണ്ടാളുകളും വ്യത്യസ്തമായ അവസ്ഥയിലൂടെ വളർന്നു വന്നവരായതുകൊണ്ട് അതിന്റെ എല്ലാ മനോഹാരിതയും ചിലപ്പോൾ കാണിക്കും. അതൊരു പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം, പ്രവൃത്തി ഗുണങ്ങളായിരിക്കാം, വൈകല്യങ്ങളായിരിക്കാം. അത് വാക്കിലായാലും പ്രവൃത്തിയിലായാലും പ്രകടനത്തിലായാലും ഉണ്ടാകും. ഇതിനെയെല്ലാം ഉൾക്കൊള്ളാനുള്ള ശേഷി പരസ്പരം ഉണ്ടാകുമ്പോഴാണ് ജീവിതം സ്വർഗീയമാകുന്നത്. ജീവിതം സ്വർഗീയമാവുകയല്ല, അതിനെ ഉൾക്കൊള്ളലുകളിലൂടെ നാം സ്വർഗീയമാക്കുകയാണ്. പലപ്പോഴും നമ്മെ പ്രതിസന്ധിയിലാക്കുന്നത് അഹങ്കാരമാണ്. ഞാൻ എന്ന നമ്മുടെ ധാരണ, ഞാൻ എന്ന ചിന്ത, ഞാൻ എന്ന ഉൾപ്രേരണ, ഞാൻ മാത്രമാണ് ശരി എന്ന ചിന്ത, വാശി, ഇത് പരസ്പരം രണ്ടാളുമായാൽ സംയോജനത്തിന്റെ ഇടയിലുള്ള വൻ മുറിവുണ്ടാക്കുന്ന വലിയ ആയുധമായി ഇത് മാറും. അഹങ്കാരം എന്നത് മനുഷ്യനെ തിന്നു തീർക്കുന്ന, മനുഷ്യനെ നശിപ്പിക്കുന്ന, മനുഷ്യനെ തകർക്കുന്ന വലിയ ആയുധമാണ്, വലിയ വിഷമാണ്. ഇത് തിരിച്ചറിയണം നമ്മൾ. ഞാൻ മാത്രമാണ് ശരി എന്ന ധാരണയിൽ നിന്ന് നാം പുറത്തു പോകണം. ഇനി നമ്മിൽ നാം പറയുന്നത് മാത്രമാണ് ശരിയെങ്കിൽ ആ ശരി തന്റെ ഘടകകക്ഷിയോട് ബോധ്യപ്പെടുത്തുന്നതിന് ചിലപ്പോൾ ബുദ്ധിപരമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുകയും അതിനെ തന്റെ പങ്കാളിയിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നതിന് നാം പരമാവധി ക്ഷമയോടുകൂടെ, കാരുണ്യത്തോടുകൂടെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടി വരും. ഇനി ഇങ്ങനെയെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടും ബോധ്യപ്പെടുന്നില്ല എങ്കിലോ അവിടെ നാം മൗനമാവുകയും അവസരം നൽകുകയും ചെയ്യണം. സ്വയം ബോധ്യപ്പെടാനുള്ള അവസരം നാം നൽകണം.
നാം ഇന്ന് ഇത്തരം കാര്യങ്ങളിൽ വളരെയേറെ ബലഹീനത പ്രകടിപ്പിക്കുന്നവരാണ്, ദൗർബല്യം പ്രകടിപ്പിക്കുന്നവരാണ്. അത് ഭാര്യയായാലും വേണ്ടില്ല, ഭർത്താവായാലും വേണ്ടില്ല, വരനായാലും വധുവായാലും വാശിയുടെ ദൗർബല്യത്തിന്റെ കൊടുമ്പിടുത്തത്തിലാണ് നാം ഇന്ന് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. നമ്മെക്കുറിച്ചുള്ള നമ്മുടെ പരിമിത ബോധത്തിലാണ് നാം നമ്മെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ പരിമിതി പോലും മനസ്സിലാക്കാൻ കഴിയാതെയാണ് നാം നമ്മെ നയിക്കുന്നത്. എന്നെ നയിക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാനാണ് നയിക്കുന്നതെങ്കിൽ എന്നെ നയിക്കേണ്ടത് ചില മനോഹരമായ മാനദണ്ഡങ്ങളായിരിക്കണം, ചില ഫോർമുലകളായിരിക്കണം. അറിവിനെയും അതിന്റെ അന്തസത്തയെയും അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ ചില അമൂല്യമായ അനുഗ്രഹങ്ങളാണ് എന്നെ നയിക്കേണ്ടത്. ഇതുപോലെയാണ് നാം ഓരോരുത്തരും. അത് വരനായാലും വധുവായാലും. പക്ഷേ നമ്മിൽ സംഭവിക്കാത്തത് ഇതാണ്. നമുക്ക് നമ്മെക്കുറിച്ച് ഉൾനാട്യമാണ്, അഹങ്കാരമാണ്. അതിൽ നിന്ന് നാം പുറത്തു വരണം. നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, സുസ്ഥിരതയ്ക്ക് വേണ്ടി എവിടെ വെച്ചുകൊണ്ടാണോ നാം മാറേണ്ടതെങ്കിൽ നാം അവിടെ വെച്ചുകൊണ്ട് മാറണം. എവിടെ വെച്ചുകൊണ്ടാണ് തിരിച്ചറിയുന്നതെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് നാം തിരുത്തണം. ചിലപ്പോഴൊക്കെ തിരിഞ്ഞു നടക്കാനുള്ള കരുത്ത് കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു മഹാനായ മനുഷ്യനായി മാറാൻ കഴിയും. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ മാതാവ് ഏറ്റവും വലിയ മഹതിയായിരിക്കും. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ മാതാവ് വലിയ മഹതിയാണ്, പിതാവ് വലിയ മഹാനാണ്. സമം സഹധർമ്മിണിയും ജീവിതത്തിലെ വലിയ മനോഹരിയാണ്. അവരെക്കുറിച്ച് നമുക്കുള്ള നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ സുസ്ഥിരമായിരിക്കണം, കരുണാമയമായിരിക്കണം. സ്നേഹഭദ്രമായിരിക്കണം, സുസ്ഥിരമായിരിക്കണം. എപ്പോഴും വലിച്ചെറിയാവുന്ന, എപ്പോഴും ഉപേക്ഷിക്കാവുന്ന ഒരു ബന്ധമാണ് വലിച്ചെറിഞ്ഞാൽ പോകുന്നത് എന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാവരുത്. ഉപേക്ഷിച്ചാൽ ഇല്ലാതാകുന്നത് എന്ന കാഴ്ചപ്പാട് നമ്മുടെ സഹധർമ്മിണിയെ കുറിച്ച് നമുക്കുണ്ടാവരുത്. ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. ഉപേക്ഷിക്കാൻ പാടില്ല എന്ന ധാരണയാണ് നമുക്കുണ്ടാകേണ്ടത്. ഉപേക്ഷിക്കാൻ പാടില്ലെന്ന ചിന്തയും തീരുമാനവുമാണ് നമ്മെ നയിക്കേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങൾ യഥേഷ്ടമുണ്ടായിരിക്കാം. വ്യത്യസ്തമായ അവസ്ഥകളിൽ ജനിക്കുകയും വ്യത്യസ്തമായ അവസ്ഥകളിൽ വളരുകയും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ച് ഉയർന്നു വരികയും ചെയ്തതുകൊണ്ട് അതിന്റെ എല്ലാം വീക്ഷണപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ വ്യത്യാസങ്ങളെ സമുന്നയിപ്പിക്കുന്ന അതിമനോഹരമായ, അതിമഹത്തായ ഒരു പശയായി നമുക്കിടയിൽ നിലകൊള്ളണം സ്നേഹം എന്ന് പറയുന്ന മഹാപുഷ്പത്തിന്റെ സുഗന്ധം.
അതിന് നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടാണ്. ഈ സ്വാർത്ഥ താല്പര്യം എങ്ങനെയാണ്? അത് വ്യത്യസ്ത രീതിയിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്ത കാരണങ്ങളിൽ അതുണ്ടാകാം. ചിലപ്പോൾ നിലപാടിന്റെ വൈകല്യം കൊണ്ട് അതുണ്ടാകാം, അറിവിന്റെ വൈകല്യം കൊണ്ട് അതുണ്ടാകാം, പല കാരണങ്ങളാൽ അതുണ്ടാകാം. പക്ഷേ അതില്ലാതിരിക്കാൻ എന്ത് വേണം? കരുണാമയമായ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം, സ്നേഹാർദ്രമായ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം, ക്ഷമാശീലമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതിനാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, കരുണാമയനായ മനുഷ്യനെ രൂപപ്പെടുത്തുന്ന പരിശുദ്ധമായ ദീൻ ജീവിതത്തിൽ പഠിക്കുകയും പകർത്തുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇസ്ലാമിന്റെ വീക്ഷണം അതാണ്. ഇസ്ലാം കാഴ്ചവെക്കുന്നത് ഇങ്ങനെയാണ്. ഫദ്ഫർ ബിദാത്തിദ്ദീൻ എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയുള്ള ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുന്നതിന് ആവശ്യമായ മൂലകങ്ങൾ, സൗഗന്ധികങ്ങൾ പരിശുദ്ധ ദീനിലുണ്ട്. സ്നേഹാർദ്രമായ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ മൂലകങ്ങൾ ദീനിലുണ്ട്. കരുണാമയനായ മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ മൂലകങ്ങൾ ദീനിലുണ്ട്. അതുകൊണ്ട് ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനിനാണ് പരിഗണന നൽകേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ദീൻ പഠിക്കുക എന്ന് മാത്രമല്ല, അത് പ്രാക്ടിക്കലായി ജീവിതത്തിലേക്ക് അതിന്റെ ഗുണങ്ങളെ ആവാഹിച്ചെടുക്കുക എന്ന് കൂടിയാണ്. അറിവ് മാത്രമുണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല, പക്ഷേ അത് ജീവിതത്തിന്റെ വെളിച്ചമായി മാറണം. വൈവാഹിക ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പ്രശോഭിക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ് എന്ന് പരിശുദ്ധ ദീൻ പറഞ്ഞിട്ടുണ്ട്. കരുണാമയനാവുക. രണ്ട് സാഹചര്യങ്ങളിൽ, രണ്ടവസ്ഥകളിൽ, രണ്ട് ചുറ്റുപാടുകളിൽ, രണ്ട് ചിന്തകളിൽ, രണ്ട് മണ്ഡലങ്ങളിൽ വളർന്നു വന്നയാളുകൾ രണ്ടു തരം ശൈലിയിലുള്ള ചിന്തയും ജീവിത ക്രമവുമായിരിക്കാം രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക. ആ രണ്ടവസ്ഥയിൽ നിന്ന് വളർന്നു വന്ന ചിന്തയും ജീവിതവും അത് സംയോജിപ്പിക്കാൻ ആവശ്യമായ മനോഹരമായ ഗുണങ്ങളെ സംയോജിപ്പിക്കുക, മനോഹരമായി ജീവിക്കുക. അതിനെന്ത് വേണം? സ്നേഹാർദ്രമായ ഒരു ചിന്തയും മനസ്സും നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. സ്നേഹത്തിന് സാധ്യമാകാത്തതൊന്നുമില്ല. എല്ലാ സംഘർഷങ്ങളെയും ലഘൂകരിക്കാനുള്ള ശേഷി സ്നേഹം എന്ന് പറയുന്ന മനോഹരമായ ചാലക ശക്തിക്കുണ്ട്.